തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെന്റും ചേർന്ന് ശബരിമല കേന്ദ്രീകരിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പ്രധാനമായും സെപ്റ്റംബർ മാസം 3-ാം വാരത്തിലാണ് അത് സംഘടിപ്പിക്കുക. തത്വമസി എന്ന സന്ദേശം ശബരിമലയുടെ കവാടത്തിൽ ദർശനത്തിനെത്തുന്ന ഏതൊരു ഭക്തരും ആദ്യം കാണുന്ന സന്ദേശമാണ്. വിശ്വമാനവതയുടെ സന്ദേശമാണ് ശബരിമല ഉയർത്തുന്നത്. ആ വിശ്വമാനവതയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നത് ആത്മീയ, സാംസ്കാരിക, സാമൂഹിക, ധാർമ്മിക സംഗമം എന്ന രൂപത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. ശബരിമലയുടെ ആഗോള ബഹുമതിയും ഭക്തി പാരമ്പര്യവും അതുവഴി കൂടുതൽ പ്രചരണങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ, ശബരിമലയെ ഒരു ദൈവിക പാരമ്പര്യ ശാസ്ത്രീയ സുസ്ഥിര ഭവന രീതികളിൽ അവതരിപ്പിക്കാൻ സ്വാഭാവികമായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ഇപ്പോൾ ഭക്തരെത്തിച്ചേരാൻ, ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്ന് ഭക്തരെത്തിച്ചേരാൻ, ആ എത്തിച്ചേരുന്ന ഭക്തർക്കെല്ലാം സുഗമമായി ദർശനം നടത്തി പോകാനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവങ്ങളിൽ പരാതിരഹിതമായി ഏതാണ്ട് 53,60,000 തീർത്ഥാടകർ എത്തിച്ചേർന്നപ്പോൾ ഒരാൾക്കും പരാതിയില്ലാതെ ദർശനം ഉറപ്പാക്കാൻ കഴിഞ്ഞ സാഹചര്യം പൊതുവെ സംജാതമായിരുന്നുവെന്ന് എല്ലാവരും അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ഒരു പരാതിരഹിത തീർത്ഥാടന കാലഘട്ടം കഴിഞ്ഞു. അതിൻ്റെ അനുഭവ സമ്പത്തോടെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഭാവിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഭക്തർക്ക് ഉറപ്പാക്കി കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടാണ് ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും. ഇപ്പോൾ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനുണ്ട്. അത് ക്യാബിനറ്റ് അംഗീകരിച്ചിരുന്നു. അതിൽ 773 കോടി രൂപ ശബരിമല സന്നിധാനം ഉൾപ്പെടെയുള്ള വികസനത്തിനും ഏതാണ്ട് 1003 കോടി രൂപ ആകെ വരുന്ന പമ്പയിലെയും നിലയ്ക്കലെയും നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വികസനം 3 ഘട്ടങ്ങളിലായി നടപ്പാക്കണമെന്ന നിർദ്ദേശമാണ് പൊതുവിലുള്ളത്. ഇത് ഭാവിയിൽ നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് കൂടാതെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിക്കുന്നതിൻ്റെ ഭാഗമായി ശബരിമല ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഒരു എയർപോർട്ട് സംസ്ഥാന ഗവൺമെന്റ് ആ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്തമായ നീക്കത്തിൽ നടപ്പാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിലിപ്പോൾ പരിസ്ഥിതി ആഘാത പഠനം കഴിഞ്ഞു, സാമൂഹ്യ ആഘാത പഠനം കഴിഞ്ഞു. അതേപോലെ ഏറ്റവും അവസാനമായി ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവുകളായിട്ട് ആദ്യമായി അതിൻ്റെ സർവേ ആരംഭിച്ചു. മണിമല വില്ലേജിൻ്റെ പൂർത്തീകരിച്ചു. പെരുമേലി തെക്ക് വില്ലേജിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച മീറ്റിംഗ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത ദിവസം വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ ശബരിമല എയർപോർട്ട് യാഥാർത്ഥ്യമാക്കിയെടുക്കുക, അതോടൊപ്പം ശബരിപ്പാത ആ കാര്യത്തിൽ ഏതാണ്ട് പൊതുധാരണയായി. ഈ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം വികസിക്കുന്നതോടുകൂടി ഗതാഗതത്തിൽ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറി ലോകത്തെമ്പാടുമുള്ള ഭക്തർക്ക് ശബരിമലയിൽ എത്തിക്കേറാൻ കഴിയുന്ന പുതിയ സാധ്യതകളും സാഹചര്യങ്ങളും വരികയാണ്. ഇനി അവരിവിടെ എത്തിച്ചേരുമ്പോൾ അവർക്ക് ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവപ്പെടുന്നു, അതൊക്കെ അവർക്ക് ഈ സംഗമവേദിയിൽ പറയാനുള്ളൊരവസരം കൊടുക്കുന്ന രൂപത്തിൽ ചർച്ചകളും അതോടൊപ്പം തന്നെ ക്രിയാത്മക നിർദ്ദേശങ്ങളും മുന്നോട്ട് ക്ഷണിക്കുന്ന സെഷനുകൾ ഈ സംഗമത്തിലുണ്ടാവും. അതിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളെയും, എല്ലാ വിഭാഗത്തിലും പെട്ട ജനപ്രതിനിധികളെയും അതോടൊപ്പം തന്നെ മറ്റ് ശബരിമലയെ ബന്ധപ്പെടുന്ന വിശ്വാസ സമൂഹത്തെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ സംഗമം നടക്കുക. അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയെയും ഒരു ജനറൽ കമ്മിറ്റിയെയും മറ്റ് വിവിധ സബ് കമ്മിറ്റികളെയും ഇന്ന് ചേർന്ന യോഗം തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ കൃത്യമായി ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ കമ്മിറ്റികൾ ഓരോന്നോരോന്ന് യോഗം ചേർന്ന് അവരവരുടെ നിർദ്ദേശങ്ങൾ തന്ന് അത് പൊതു കമ്മിറ്റിയുടെ മുമ്പാകെ കൊണ്ടുവന്ന് ക്രോഡീകരിച്ച് തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് നീങ്ങുന്നത്.
അതിന് കാലേക്കൂട്ടി പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ വേദിയിലുണ്ടായിരുന്നു, സാംസ്കാരിക വകുപ്പ് മന്ത്രി വേദിയിലുണ്ടായിരുന്നു, നമ്മുടെ MLA പ്രമോദ് നാരായണൻ MLA ഉണ്ടായിരുന്നു, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, ജനീഷ് കുമാർ MLA, അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങി അവിടുത്തെ എല്ലാ ജനപ്രതിനിധികളും ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ പ്രമുഖർ എല്ലാവരും ഉണ്ടായിരുന്നു. പത്തനംതിട്ട കളക്ടർ, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി കളക്ടർമാരിലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ, പോലീസിലെ ഉദ്യോഗസ്ഥ പ്രമുഖൻ ADGP ഉൾപ്പെടെ ഉള്ള ആളുകളുണ്ടായിരുന്നു. മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും സെക്രട്ടറിമാരോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് സമാനമായ ഉദ്യോഗസ്ഥ പ്രമുഖർ പങ്കെടുത്തുകൊണ്ടാണ് ഇന്നത്തെ യോഗം ചേർന്നിട്ടുള്ളത്. എല്ലാവരുടെയും ഈ കാര്യത്തിലെ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ചില പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റോഡ് ഗതാഗതത്തിൻ്റെ ഒക്കെ സൗകര്യം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് ഏറ്റവും സഞ്ചാരയോഗ്യമായ പാത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ട്രാൻസ്പോർട്ടിൻ്റെ വകുപ്പ് മന്ത്രി ഇന്നലെ തന്നെ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചർച്ച ചെയ്ത് ഇന്ന് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ MDയും അതോടൊപ്പം തന്നെ കമ്മീഷൻ ഉൾപ്പെടെ അയച്ചിരുന്നു. അവരതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഫോറസ്റ്റിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറെടുപ്പുകൾക്ക് തുടക്കം കുറിക്കുന്ന തീരുമാനം ഇന്നത്തെ യോഗം കൈക്കൊള്ളുകയുണ്ടായി. തുടർന്ന് പമ്പയിൽ കേന്ദ്രീകരിച്ച് അവിടെ ഒരു സ്വാഗത സംഘം വിളിക്കാനായിട്ട് ഇപ്പം തീരുമാനിക്കുകയും ചെയ്തു. അത് ഒരാഴ്ചക്കകം പത്തനംതിട്ട കളക്ടർ മുൻകൈ എടുത്ത് അവിടെ സ്വാഗത സംഘം വിളിക്കും. എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും, എല്ലാ ജനപ്രതിനിധികളെയും ക്ഷണിക്കും. അവിടെ ആ തരത്തിലുള്ള ഒരു യോഗം ചേർന്ന് അവിടെ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചുള്ളൊരു 3000 പ്രതിനിധികളാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ഇന്ത്യയുടെ നാനാഭാഗത്തുനിന്നും ക്ഷണിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വരിക. അവർക്ക് തലേദിവസം വരാനും ദർശനം നടത്തിയതിന് ശേഷം വന്ന് സംഗമത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കുക എന്ന വിധത്തിലാണ് ആലോചിച്ചിട്ടുള്ളത്. ഇത്രയും ആളുകൾക്ക് ഇരിക്കാനുള്ളൊരു സൗകര്യം ഇപ്പോൾ പമ്പയിലില്ല. അവിടെ ഒരു മുമ്പ് നമ്മൾ തീർത്ഥാടന കാലത്ത് ഉണ്ടാക്കിയതുപോലെ ഒരു ജർമ്മൻ പന്തൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. തുടർന്ന് അനുബന്ധമായി നടക്കുന്ന സെഷനുകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് അവിടെ കൂടുന്ന സ്വാഗത സംഘമായിട്ട് ആലോചിച്ച് നടപ്പാക്കും. ഈ തരത്തിൽ നമ്മൾ പ്രചരണപരമായ കാര്യങ്ങളിലേക്ക് അടിയന്തിരമായി കടക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ ഒരു ആശയവിനിമയം നടത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലേക്ക് പോകാൻ സഹായിക്കുന്ന ഈവൻറ്റ് മാനേജ്മെൻറ്റുള്ള ഏജൻസിയെ കൂടി, പ്രത്യേകിച്ച് ഗവൺമെൻറ് സെക്ടറുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുക. ആ നിലയിൽ ഈ അഖില ലോക അയ്യപ്പ സംഗമം എന്ന ആശയം അർത്ഥപൂർണമായി ആദ്യമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ശബരിമലയുടെ പ്രാധാന്യവും അതിൻ്റെ ആത്യന്തികമായ സന്ദേശവും ലോകമെമ്പാടും നമുക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു വിശ്വമാനവയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം സംജാതമാക്കുക എന്നതാണ് ഈ സംഗമത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം.